ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ വീണ. അപ്പൊ ദേ രാത്രി ഞങ്ങൾ ഫുഡ് അടിക്കാൻ പോവാണ് കേട്ടോ. ഒരു ചെറിയൊരു നൈറ്റ് റൈഡ്. ഡിസംബർ ആയി കഴിഞ്ഞാൽ പള്ളിയുടെ പരിസരമൊക്കെ കാണാൻ ഒരു പ്രത്യേക വൈബാണില്ലേ. ക്രിസ്മസ് ട്രീയും സ്റ്റാറും, എന്ത് പറയണ്ട, എന്ത് രസമല്ലേ കാണാൻ. ഇത് നമ്മുടെ അമ്മച്ചി വീട്ടിൽ നിന്ന് ഹാർബറിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. എന്ത് ഭംഗിയല്ലേ റോഡൊക്കെ കാണാൻ വേണ്ടതേ, ലൈറ്റും കാര്യങ്ങളൊക്കെ. ഹാർബറിന്റെ സൈഡ് ഫുൾ ഇതാണ് കേട്ടോ, സ്റ്റാറൊക്കെ വെച്ചിട്ട് നല്ല രസമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ദേ വന്നത് നമ്മുടെ ഹാർബറിന്റെ അടുത്തുള്ള കടയിലാണ് കേട്ടോ. നമ്മുടെ കൊല്ലംകാർക്ക് അറിയാം, മെയിൻ സ്പോട്ടാണ് ഇത്. അങ്ങനെ ഇവിടെ എത്തിയ പാട് കുഞ്ഞുമണി നടക്കാൻ തുടങ്ങി കേട്ടോ. അമ്മേന്റെ കൂടെ ദേണ്ട നമ്മുടെ ഹാർബർ. അച്ഛൻ ഇവിടെയാണ് കേട്ടോ മിക്കപ്പോഴും ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്നത്. അതുകൊണ്ട് ഇവിടെ കടയിൽ എല്ലാവരെയും അച്ഛൻ അറിയാം കേട്ടോ, നല്ല പരിചയമാണ്. അങ്ങനെ ഞങ്ങൾ ഈ ഫുഡിന് ഓർഡറൊക്കെ കൊടുത്തിട്ടിരിക്കുകയാണേ. നല്ല രീതിക്ക് തിരക്കാണ് കേട്ടോ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല തിരക്കാണ് കേട്ടോ ഇവിടെ. ഇവിടുത്തെ സ്പെഷ്യൽ സാധനം എന്ന് വെച്ചാൽ മീൻ ഫ്രൈ ആണ് കേട്ടോ. എല്ലാ തരത്തിലുള്ള മീനും ഇവിടെ കിട്ടും കേട്ടോ. അത് നല്ല ഫ്രൈ ചെയ്ത് നമ്മുടെ മുന്നിൽ എത്തിക്കുവേ. ഹാർബറിന്റെ അടുത്തായതുകൊണ്ട് തന്നെ നല്ല ഫ്രഷ് മീനാട്ടോ നമുക്ക് കിട്ടുന്നത്. ഞാനും അമ്മയും കുഞ്ഞുമണിയൊക്കെ ദോശയാണ് കേട്ടോ പറഞ്ഞത്. അച്ഛൻ പിന്നെ പത്തിരി പറഞ്ഞു കേട്ടോ. പത്തിരി പൊറോട്ടയാണ് കേട്ടോ. ഞാൻ പത്തിരി എന്നാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ അച്ഛനെ പഠിക്കുന്നതാണ് കേട്ടോ കുഞ്ഞുമണി കഴിക്കുന്നത്. ചേട്ടായി ഇല്ലാത്തതുകൊണ്ട് എന്നെ കറക്കത്തിനൊന്നും ഒരു കുറവില്ല കേട്ടോ. അച്ഛനും അമ്മയ്ക്കാണ് ഞാനിങ്ങനെ കറങ്ങും കേട്ടോ. ചേട്ടായി വന്നിട്ടാണ് ബാക്കി കറക്കത്തോട് കറങ്ങാം. അങ്ങനെ നമ്മുടെ മെയിൻ ആയിട്ട് എത്തി കേട്ടോ. ചൂര ഫ്രൈ ഇതാണ് കേട്ടോ ഞങ്ങൾ പറഞ്ഞത്. പിന്നെ കൂടെ ഒരു വൺ സൈഡ് ഓംപ്ലേറ്റും ഉണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ എന്റെ പാത്രം. എന്റെ പാത്രം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ചൂരയുണ്ട്, അതേ തന്നെ ഓംപ്ലേറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. എനിക്ക് എല്ലാത്തിനും ഇങ്ങനെ കുറച്ച് കഴിക്കണം, അതാണ് കേട്ടോ എനിക്കിഷ്ടം. അങ്ങനത്തെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. പിന്നെ വീട്ടിലുള്ളവർക്കാണ് ഞങ്ങൾ ഫുഡ് പാഴ്സലും വാങ്ങിട്ടോ. ഇതാണ് ആ കടയിൽ അമ്മയും അപ്പൂപ്പനും കേട്ടോ. നല്ല സ്നേഹമാണ്. അങ്ങനെ ഇറങ്ങാൻ നേരത്ത് അമ്മൂമ്മ കുഞ്ഞിന് വേണ്ടിയിട്ട് മുട്ടായും കൊടുത്തു കേട്ടോ. ഇവിടെ ഇത് ഡാൻസ് കളി ഒക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ മുട്ടായിക്ക് വാങ്ങിച്ച് ഇറങ്ങാൻ നേരത്ത് വേറൊരു മാമ നീനുകൊണ്ട് കൊണ്ടുവന്നിട്ട് ജ്യൂസ് കൊടുത്തു കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്, നീനും ഉണ്ടെങ്കിൽ നമുക്ക് ലാഭം കേട്ടോ. നീനും കഴിക്കാത്തതുകൊണ്ട് അതെല്ലാം ഞാൻ കഴിച്ചോളൂ. ഇത് വാടി കടപ്പുറത്തെ കാഴ്ചകളാണ് കേട്ടോ. ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് അലങ്കരിച്ച് വെക്കും കേട്ടോ. എന്ത് രസമാണ് കാണാതെ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും കേട്ടോ. ലൈറ്റും പുൽക്കൂടും. ഒരു പുൽക്കൂടൊന്നും അല്ല കേട്ടോ, ഇവിടുന്ന് അങ്ങ് വരെ പുൽക്കൂടും ക്രിസ്മസ് ട്രീയും നക്ഷത്രവും. ചേട്ടായി ഉള്ളപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കേട്ടോ രാത്രി ഇറങ്ങും ഈ ഭാഗത്ത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ പിള്ളേർക്കൊക്കെ ഈ ലൈറ്റ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുഞ്ഞുമണിക്കും കാണിച്ചു കൊടുക്കും കേട്ടോ. ഞങ്ങൾ ഭാഗ്യമുള്ളൊരു കുറവെന്ന് പറഞ്ഞാൽ ചേട്ടായി ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. പിന്നെ കുഴപ്പമില്ല, ജോലിക്ക് പോയതല്ലേ, ജോലിക്ക് പോകാതിരുന്ന എന്തോ ചെയ്യും. അങ്ങനെ വരുന്ന വഴി കുറിച്ചടി കയറി തൊഴുതു കേട്ടോ. ഞങ്ങൾ എപ്പോഴും വരുമ്പോഴത്തേക്ക് ഇവിടെ തൊഴുതിട്ടേ വീട്ടിലോട്ട് പോകാറുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ഫുഡ് അടിയും പിന്നെ കറക്കമൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ നേരത്തെ വീട്ടിൽ കേട്ടോ. കുഞ്ഞുമണി ഉറങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാൻ ബൈ ബൈ. See you,